ഇല്ല വണ്ടി വന്നിട്ടില്ല. ചെയ്യാം. ഒരു മാസത്തിലാണ് പ്രശ്നമെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷർമിയാണ്, കൂടെ ജൈവക്കുട്ടി ഉണ്ട് കേട്ടാ. അപ്പം ഇന്നത്തെ രാവിലത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും റിച്ചു പോയി. പിന്നെ ജൈവക്കുട്ടി റെഡി ആയിട്ടുണ്ട്, ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് നല്ല ഉമ്മാന്റെ അരിപ്പത്തിരിയും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി കൊണ്ടുപോയി രാവിലെ ചെറിയൊരു പീസ് കഴിച്ച്. ഇല്ല വണ്ടി വന്നിട്ടില്ല, വണ്ടി ഇപ്പം വരും. അങ്ങനെ നേരതാ ജൈവക്കുട്ടി ഇതാ ബാഗെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എല്ലാം സെറ്റാക്കിയതാണ്. ജസ്റ്റ് ഒന്നും കൂടി മുപ്പുറം നോക്കി. പിന്നെ കുറച്ചൊരു അനക്കക്കടിയെല്ലാം ഉണ്ടായിട്ടാ. വേണ്ടാണ്ട് കുറച്ച് ചുറ്റി തിരിഞ്ഞിട്ടുള്ള കളിക്കും. പിന്നെ കിച്ചണിൽ പോയി നോക്കും ഇന്നെന്താണ് ഉണ്ടാക്കിയത്, കാരണം സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ചതാട്ടോ. ഉമ്മാമ എന്താ ഉണ്ടാക്കുന്നത്, ഉമ്മ എന്താ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് അരിപ്പത്തിരിയാണല്ലേ, ബീഫ് കറിയാണല്ലേ, ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഇനിയുള്ള ടാസ്ക് ആണെങ്കിൽ 2 ഭാഗം മുടി കെട്ടി കൊടുക്കലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ മുടി കെട്ടൽ ഭയങ്കര ടാസ്ക് കേട്ടോ, സത്യം പറയാലോ. പിന്നെ പറഞ്ഞു ഉമ്മ എനിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതങ്ങനെ വാരിയിട്ട് നിറകെടുത്ത് കൊടുക്കും. പിന്നെ ആളങ്ങനെ കെട്ടു കേട്ടോ. ഈ സ്കൂളിൽ 2 ഭാഗം കെട്ടും നിർബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, 1 ഭാഗം കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എന്തോ പോലെയാണ് അങ്ങനെ കെട്ടാതെ അയക്കൽ എന്തോ പോലെയാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു കൈയോടെ നിറക്കി എടുത്തു തരാം. അപ്പോൾ മൂപ്പറ് കെട്ടി, മാഷാ അല്ലാ. അങ്ങനെയാണല്ലോ പഠിക്കലല്ലേ ശരിക്കും, എപ്പോഴും അവരവരെ ചെയ്യണമല്ലേ, അങ്ങനെയാണല്ലോ മക്കളായാൽ. അപ്പം മോനെല്ലാം റെഡിയാക്കി ഫുഡെല്ലാം കഴിച്ച് മോനെ റെഡിയായി ഇറങ്ങാൻ പോകുന്നു. സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മൈസൂർ പാക്ക് സ്നാക്സ് അത് അന്ന് കഴിച്ച്. ശരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലില്ല ജൈവ, സത്യം പറയാമല്ലോ. നിർബന്ധിച്ച് കൊടുക്കണം, വാരി കൊടുക്കണം. പിന്നെ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പം എൻ്റെ മോനതാ പോകുന്നുണ്ട്, ടാറ്റ ബാബായ് പറഞ്ഞു. രാവിലത്തെ ചെറിയൊരു വ്ളോഗാണ്. ഉമ്മയുടെ പത്തിരി ചുടുന്നുണ്ട്, ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്. കുട്ടികളെല്ലാം പോയേട്ടാ. അപ്പം ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്, മോർണിംഗ് വ്ളോഗാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അരിപ്പത്തിരി. കാണുന്നുണ്ട് ഗായ്സ്, ഓക്കെ മറ്റൊന്നും കാണില്ല. പത്തിരിയാണ് ഗായ്സ്. നല്ല ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ്, ഉച്ചക്കത്തെ ചോറും റെഡിയാക്കി. നമ്മളെ കണ്ണൂർ സ്റ്റൈല് അരിപ്പത്തിരി. ഇതാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈൽ അരിപ്പത്തിരി ഗായ്സ്. നല്ല ചൂടുണ്ട്. നല്ല ബീഫ് കറിയും ചിക്കൻ കറിയെല്ലാം കൂട്ടി തിന്ന അടിപൊളി ടേസ്റ്റാണ്. ഉമ്മ പരത്തുന്നത് ഇങ്ങനെ കേട്ടോ. ഇത് ഞാൻ ചൂടാറില്ല, കാരണം എനിക്ക് ഈ ഓട്ടുമ്മ പരത്തി ശീലമില്ല. അപ്പോൾ ഉമ്മയാണ് ഇത് ചുടുന്നത്. ഉമ്മ നല്ല വേക്കിൽ മാഷാഅല്ലാ നല്ല അടിപൊളി ചൂട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരിയും ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി കോമ്പിനേഷൻ. ഈ 2 കറിയാണ്. ഉമ്മ നല്ല അടിപൊളി നൈസായിട്ട് നല്ല പത്തിരി, കണ്ണൂർ സ്റ്റൈൽ പത്തിരി ചുടുന്നുണ്ട് ഗായ്സ്. മക്കൾസ് എല്ലാം പോയി, സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഓട്ടോപ്പാച്ച് ഇതെല്ലാമാണ്. പക്ഷെ കുറേ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, കൈക്ക് വയ്യാത്തത് കൊണ്ടാണ് ഗായ്സ്. അപ്പം ഇനി മക്കൾ വരും. വൈകുന്നേരം ഏകദേശം ഒരു 4:30 ജയിൽ വരും. ഒരു 5 മണിക്ക് റിച്ചു വരും. പിന്നെ മദ്രസ, രാവിലെയുള്ള ഡെയിലി റൊട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അയ്യോ, ഇതിലിവിടെ ഒരു ബുക്ക് കാണുന്നുണ്ട്. റിച്ചൂസിൻ്റെ എടുക്കാൻ മറന്നുപോയതാണോ അതിവിടെ വെച്ച് പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തോ എഴുതുന്നുണ്ട് രാവിലെ തന്നെ. അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഓടലും ചാടലും പാട് മാത്രമല്ല, രാവിലെ സ്കൂളിൽ പോകുന്ന സമയം മുതലുള്ള ഓട്ടപ്പാച്ച്. എൻ്റെ ആ മോനൊന്നും പറയണ്ട കേട്ടോ. ഇന്ന് ജൈവിലെ പപ്പ ഇല്ലാത്തതുകൊണ്ട് പെട്ടു ഗൈസ്. തിരയിലും കാര്യങ്ങളെല്ലാം പെട്ടു. ഉമ്മാമേനിൽ എക്സ്ട്രാ പണി അതാണ്. അപ്പോൾ എല്ലാവരോടും പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയ്ക്ക് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പം നല്ല ചൂട്, പുറത്ത് നല്ല മഴക്കാറുണ്ട്. പക്ഷെ ഉള്ളിൽ കണ്ട ഗൈസ് നല്ല വിയർത്തിട്ടാണ് ഞാനുള്ളത്. പിന്നെ കുറച്ച് കിടക്കട്ടെ, വയ്യ കാരണം ഒരു മാസം വരെ ഇങ്ങനെ ഇരിക്കണം ഗൈസ്. സത്യമായിട്ടും ശരിക്കും ബോറടിച്ച് ചാവുന്നതുകൊണ്ടാണ് പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് വലത്തേ കൈക്കാണ് പ്രശ്നമെങ്കിലും ഞാനിത് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ലെഫ്റ്റ് ഹാൻഡോടാണ് കേട്ടോ. അതിലൊരുപാട് പോരായ്മകളുണ്ടാവും. കാരണം
ഒരു പരിധിയുണ്ട്. വലത്തെ കൈയോട് നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ ഇടത്തെ കൈയോട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അത് ഒന്ന് യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ ടാസ്ക്കാണ്. അത് രണ്ട് കൈയുള്ളവർക്ക് ഓക്കെ, പക്ഷേ ഈ ഒരു കൈ പൊട്ടിയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ, പിന്നെ പണിക്കും പോകുന്നില്ലല്ലോ, ഈ അടുത്ത മാസമാണ് ജോലിക്ക് പോകാൻ പറ്റുക. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബ് ചാനൽ പിന്നെയും ഒന്ന് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളാണ് എൻ്റെ ഏക ബലം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാ ഫാമിലി കണ്ടൻറ്റാണ്, അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം മക്കളാരും ഇല്ലല്ലോ. ഞാനിങ്ങനെ പല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബാക്കോട്ടിലെ കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ട്, അത് കാണാം. പിന്നെ ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് എല്ലാം ഉണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഷർമീസ് ഫാമിലിയാണ്, അപ്പോൾ അത് ഫോളോ ചെയ്യുക. അതിൽ കുറച്ച് ചെറിയ ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് തന്നെ വേണം. പിന്നെ എന്തോ ഞാൻ പറയാൻ പോയല്ലോ, കുറച്ച് മറന്നു പോയല്ലോ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം കാണുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് പറയുന്നതൊക്കെ. അപ്പോൾ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഓരോ വീഡിയോയിൽ എല്ലാം കൂടി ഒരുമിച്ച് എന്തായാലും പറയാൻ പറ്റില്ല. അപ്പോൾ കാണണം, കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ കാര്യങ്ങൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.